പ്രേയർ ഈസ് ദ എനിമി ഓഫ് വറി. നിങ്ങൾക്ക് പ്രാർത്ഥിക്കുകയും പിന്നെ ആകുലപ്പെടാനും കൂടെ പറ്റത്തില്ല, രണ്ടും കൂടെ പറ്റും, ഏതെങ്കിലും ഒന്ന്. പക്ഷെ നമ്മൾ ഏതാ തിരഞ്ഞെടുക്കുന്നത്? നമ്മൾ ചിലപ്പം നമ്മളിങ്ങനെ കൊച്ചായിരിക്കുമ്പോഴൊക്കെ ഒന്ന് തൊട്ടെ, ഏതെങ്കിലും ഒന്ന് തൊട്ടെ, ഏതെങ്കിലും ഒന്ന് തൊട്. ഇത് പ്രാർത്ഥന, ഇത് ആകുലം. ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ പറ്റത്തില്ല. പക്ഷെ നമ്മൾ തെളിയിച്ചിരിക്കുകയാണ് രണ്ടും പറ്റും. നമ്മൾ ആകുലപ്പെട്ടുകൊണ്ടും ഇരിക്കും, ഇപ്പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇത് രണ്ടും കൂടെ പറ്റത്തില്ല, രണ്ടും കൂടെ ചേരുന്നില്ല. അതാ വിഷയം. ഒന്നേ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക. ഇന്ന് നമ്മൾ എന്താ തീരുമാനിക്കാൻ പോകുന്നത്? ഈ ആകുലം വരുമ്പം പ്രാർത്ഥിക്കുവാൻ അങ്ങ് ശീലിക്കുന്ന നന്നായിരിക്കും. ഇന്ന് നമുക്ക് ആ റീസെറ്റ് ബട്ടൺ ഒന്ന് നമുക്കാമോ? ഇതുവരെ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന സിസ്റ്റമായിട്ടിരുന്നേ. ഇനി എന്താണ്? അതൊന്ന് പതുക്കെ ഒന്ന് ഞെക്ക. എവിടെയാണ് റീസെറ്റ് ബട്ടൺ ഞെക്കേണ്ടത്? എവിടെയാണ്? നിങ്ങളുടെ തലയ്ക്കകത്താണോ ബട്ടൺ ഇരിക്കുന്നത്, ഹൃദയത്തിലാണോ? എവിടെയാണെങ്കിലും ആ ബട്ടൺ ഒന്ന് ഞെക്കി ഒന്ന് റീസെറ്റ് ചെയ്യാം, അല്ലേ? ആ ഫാക്ടറി സെറ്റിങ്ങിലോട്ട്, ആ ഒറിജിനൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ എന്തിനായിട്ട് സൃഷ്ടിച്ചു, അല്ലേ? അങ്ങനെയെങ്കിൽ അതിനായിട്ട് നമുക്ക് മടങ്ങി വരാം, അതായിട്ട് നമ്മൾ തീരാൻ പ്രിയപ്പെട്ടവരെ. അതിനായിട്ട് ദൈവവരങ്ങളിലേക്ക് എല്ലാവരും സമർപ്പിക്കുക. കർത്താവ്, എൻ്റെ ആകുലതയെല്ലാം ഞാനൊന്ന് വിട്ടിട്ട്, കർത്താവ് എൻ്റെ ഭാരങ്ങളെല്ലാം നിൻ്റെ പാദത്തിലിട്ടിട്ട്, കർത്താവെ ആകുലപ്പെടാതെ ഇവിടെ നിന്ന് പോകുവാൻ എന്നെ നീ സഹായിക്കണമേ. എൻ്റെ ഭാരം പ്രയാസങ്ങളെല്ലാം ഞാനിതാ നിൻ്റെ ചുമലിൽ നീ ചുമന്നതല്ല, ഒരിക്കലായിട്ട് എനിക്ക് വേണ്ടിയുള്ളതെല്ലാം അങ്ങ് ചുമന്നൊഴിച്ചല്ലപ്പാ. ഇനി ഞാനത് ചുമന്നു നടക്കേണ്ട ആവശ്യമില്ലപ്പാ. കർത്താവേ, ഞങ്ങളുടെ ആകുലങ്ങളും ഞങ്ങളുടെ ചിന്തകളും പ്രയാസങ്ങളും എല്ലാം അങ്ങയുടെ സന്നിധിയിൽ കർത്താവേ, അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ ഇടുന്ന കർത്താവേ.